ഇന്നൊരു പായസം ഉണ്ടാക്കുന്ന തയ്യാറെടുപ്പുമായിട്ട് കുറച്ച് തോല് കറുത്ത പഴം എടുത്തിട്ട് ഞാൻ കിച്ചണിൽ വന്നിട്ടുണ്ടേ. ഇതിൻ്റെ പേര് കായ്ക്കറി എന്നും പറയൂ, പിടിപ്പായസം എന്നും പറയൂ. ഇപ്പം പുതിയൊരു പേര് കണ്ടുപിടിച്ചതാണ് പഴം തെറിപ്പിച്ചത്. 1 കിലോ പഴവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അങ്ങനെ എൻ്റെ പണി തുടങ്ങിയിട്ടുണ്ടേ. ആദ്യം തന്നെ പഴമൊക്കെ തോല് കളഞ്ഞ് കട്ടാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ടേ. ഞാനിതിപ്പോൾ എണ്ണി നോക്കുമ്പോൾ 8 പഴമുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ചൂട് കാരണം രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം തണുത്തിട്ട് കുടിക്കുമ്പോഴാണ് സൂപ്പർ ടേസ്റ്റ്. തണുപ്പ് പറ്റാത്തവർ ചൂടോടെ കഴിച്ചോളൂ. ഞാൻ 1 മണിക്കൂർ മുന്നേ കുറച്ച് പച്ചരി എടുത്ത് കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. ആ അരിയാണ് ഇപ്പം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അരി ഇട്ട് കൊടുത്ത് കൂടെ തന്നെ ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ടൈറ്റിൽ പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ. ഈ അരി നമുക്ക് കുറച്ച് പായസക്കൂട്ടിൽ പാർന്നു കൊടുക്കണം. പകുതിയിൽ നമുക്ക് പിടി ഉണ്ടാക്കണം. വീഡിയോ പകുതി കണ്ടിട്ട് ആരും പോയേക്കല്ലേ, മുഴുവനായിട്ട് കണ്ടാലേ പിടി ഉണ്ടാക്കുന്നതെല്ലാം കാണാൻ പറ്റൂ. ഈ പായസം ഉണ്ടാക്കുമ്പോൾ വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക കേട്ടോ. അങ്ങനെ 1/2 കിലോ ശർക്കര എടുത്ത് ഞാനൊരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളം പറഞ്ഞ് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ശർക്കര എന്ന് പറഞ്ഞാൽ വെള്ളം എന്ന് പറഞ്ഞാൽ ചിലവർക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ശർക്കര എന്ന് പറഞ്ഞത്. വെള്ളത്തിൻ്റെ കഥ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പച്ചരി അരച്ചത് ഞാൻ കാണിച്ചിരുന്നു, നിങ്ങൾ കണ്ടിട്ടില്ലേ. അങ്ങനെ അടികട്ടിയുള്ള ഒരു പാത്രം വെച്ച് അതിലേക്ക് മിൽമ നെയ്യ് പാർന്നു കൊടുക്കുന്നുണ്ട്. നെയ്യ് കഴിക്കുമ്പോഴുള്ള ഗുണങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. എണ്ണയിലിടുന്ന സാധനമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ കഥ പറഞ്ഞ് ഇങ്ങെത്തിപ്പോയി, എന്നാലും ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഞാൻ തേങ്ങ കുത്താന്ന് ഇട്ട് കൊടുത്തത്. കൂടെ തന്നെ അണ്ടി, മുന്തിരി, ഈത്തപ്പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ ഏതെല്ലാം നട്സുള്ളത് എല്ലാം ഇട്ട് കൊടുത്തത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതൊക്കെ വറുത്ത് കോരി മാറ്റി വെക്കണേ. അതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്ത പഴം ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഇതിലേക്ക് ഒരു തേങ്ങാപ്പാൽ എടുത്തതിനും 2ാമത്തെ പാലാണ് ആദ്യം പാർന്നു കൊടുത്തത്. കൂടെ തന്നെ നമ്മൾ പച്ചരി അരച്ചത് പകുതി പാർന്നു കൊടുക്കുക. പകുതിയിലാണ് നമ്മൾ പത്തലിൻ്റെ പൊടി ഇട്ടിട്ട് ടൈറ്റാക്കി കുഴച്ചിട്ട് പിടി ഉണ്ടാക്കുന്നത്. ആവിച്ചെമ്പിൽ വെച്ചിട്ട് അത് കുക്ക് ചെയ്തിട്ട് മാറ്റി വെക്കണേ. ഒരു പാക്കറ്റ് പാലും കൂടി പാർന്നതിന് ശേഷം നമ്മൾ മെൽറ്റ് ചെയ്ത വെള്ളം അരിപ്പ് വെച്ചിട്ട് അരിച്ചിട്ട് പാർന്നു കൊടുക്കുക. കൂടെ തന്നെ കുക്ക് ചെയ്ത പിടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. തേങ്ങൻ്റെ ഫസ്റ്റ് പാലും കൂടി പാർന്നതിന് ശേഷം വറുത്ത് വെച്ച നട്സും ഇട്ട് കുറച്ച് ഏലക്കപ്പൊടിയും മേലെ തൂമിച്ച് കൊടുക്കുക. കൂടെ തന്നെ കറുത്ത എള്ളിട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുന്നതാണ്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണേ. നിങ്ങളെ കയ്യിൽ എള്ളും നട്സൊന്നും ഇല്ലെങ്കിലും ഈ പായസം ഉണ്ടാക്കിയിട്ട് കുട്ടിക്ക് കൊടുക്കുക. ഇപ്പോൾ സ്കൂൾ ലീവുള്ള സമയമല്ലേ. അങ്ങനെ എൻ്റെ സ്വാദിഷ്ടമായ പായസം റെഡി ആയിട്ടുണ്ട്. പായസം ഇറക്കി വെച്ച് 10 മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ നല്ല ടൈറ്റ് ആയിട്ടുണ്ടാവും. വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോഴാണ് വോയിസ് കൊടുത്ത് വീഡിയോ ചെയ്തതിന് എനിക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ. അങ്ങനെ കാണാൻ നല്ല മൊഞ്ചും കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള പഴം വെച്ചിട്ടുള്ള പഴം തെറിപ്പിച്ചത് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പായസമാണിത്. ഒരു പ്രാവശ്യങ്ങളും എല്ലാവരും ഉണ്ടാക്കുക. ഇനി പുതിയൊരു വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബായ്.